കാക്കനാട് തേവയ്ക്കലിലെ വീട്ടിൽ പുലർച്ചെയാണ് NIA സംഘം എത്തിയത്. മുരളി കണ്ണമ്പള്ളി വാതിൽ തുറക്കാൻ തയ്യാറായില്ല. കുറച്ചുനേരം കാത്തുനിന്ന ശേഷം പിൻവശത്തെ വാതിൽ പൊളിച്ചാണ് NIA ഉദ്യോഗസ്ഥർ അകത്ത് കടന്നത്. ഇതിൽ പ്രതിഷേധിച്ച് റെയ്ഡുമായി മുരളി കണ്ണമ്പള്ളി സഹകരിച്ചില്ല. വീടും പരിസരവും അരിച്ചുപെറുക്കിയ NIA ഉദ്യോഗസ്ഥർ കണ്ണമ്പള്ളി ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. മുരളി കണ്ണമ്പള്ളിയുടെ മകന്റെ ലാപ്ടോപ്പും ഇവിടെയുണ്ടായിരുന്ന പെൻഡ്രൈവുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മുരളി കണ്ണമ്പള്ളി സഹകരിക്കാതിരുന്നതിനാൽ വിശദമായി മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. 6 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷം ഇവിടെ നിന്ന് പിടിച്ചെടുത്ത വസ്തുക്കൾ മുദ്രവെച്ച് NIA കൊണ്ടുപോയി. തെലങ്കാനയിൽ കഴിഞ്ഞ വർഷം പിടിയിലായ CPIML കേന്ദ്ര കമ്മിറ്റി അംഗം സഞ്ജയ് ദീപക് റാവുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുരളി കണ്ണമ്പള്ളി അടക്കം 5 പേർക്കെതിരെ NIA കേസെടുത്തത്. മുരളിയും റാവുവും അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് തെലങ്കാന പോലീസിന്റെയും NIAയുടെയും കണ്ടെത്തൽ. എന്നാൽ ഇത് പുതിയ കള്ളക്കേസാണെന്നാണ് മുരളി കണ്ണമ്പള്ളിയുടെ വാദം. വടക്കേ ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട പരസ്യപ്രവർത്തകരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയൊക്കെ കുടിക്കിയതായിരുന്നു ആ ഭീമ കുറയുന്നത്. അതേപോലെ തെക്കേ ഇന്ത്യയിൽ അങ്ങനെ ഒരു സാധനം അവരിപ്പോൾ കുത്തിപ്പൊക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ്. മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ പ്രത്യക്ഷത്തിലില്ലെങ്കിലും മുരളി കണ്ണമ്പള്ളി സംഘടനയുടെ എല്ലാ നീക്കങ്ങളും അറിയുന്നയാളാണെന്നാണ് കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ നിലപാട്. 2 വർഷമായി തേവയ്ക്കലിൽ താമസമുണ്ടെങ്കിലും മുരളി കണ്ണമ്പള്ളിയെ അയൽക്കാർ പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല. NIA സംഘം റെയ്ഡ് തുടങ്ങിയപ്പോഴാണ് തങ്ങൾ ദിവസവും കാണുന്നയാൾ മുരളി കണ്ണമ്പള്ളി എന്ന വലിയ മാവോയിസ്റ്റ് നേതാവാണെന്ന കാര്യം നാട്ടുകാർ തിരിച്ചറിയുന്നത്. ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.